കേരളത്തിലെ സ്ത്രീകളെ പറ്റി നമ്മുടെ സർക്കാർ എത്രത്തോളം ബോധവാന്മാരാണെന്നുള്ളതിന്റെ തെളിവാണ് പീരീഡ്സ് സമയത്ത് കൊടുക്കുന്ന 3 ദിവസത്തെ ലീവ്. ഈ വാർത്ത കേട്ടപ്പോൾ ഞാൻ തന്നെ അതിശയിച്ചു പോയി. കാരണം പല ഭരണകർത്താക്കളും രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു തീരുമാനങ്ങളൊന്നും പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ഏകദേശം ഇവർക്ക് വർഷത്തിൽ 30 ലീവ് വരെ പീരീഡ്സിന്റെ കെയർ ഓഫിൽ കിട്ടും. ഇതെന്തുകൊണ്ടും നല്ലൊരു തീരുമാനമാണ്. കാരണം പീരീഡ്സ് സമയത്ത് പല പെൺകുട്ടികളും പല പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത്. അതിൽ കോമൺ ആയിട്ട് പറയാവുന്നത് നടുവേദന, വയറുവേദന, മൂഡ് സ്വിങ്സ്, പിന്നെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഒക്കെയാണ്. ചിലവർ ഭയങ്കര ദേഷ്യത്തോടെ ഈ ടൈമിൽ പെരുമാറും, ചിലവർ ഭയങ്കര സൈലന്റ് ആയിരിക്കും. ഈ ടൈമിൽ ഇവർക്ക് ലീവ് കൊടുക്കുമ്പോൾ അവർക്ക് വീട്ടിൽ, അതായത് കംഫർട്ട് സോണിൽ തന്നെ അവർക്ക് പീരീഡ്സിനെ വേണ്ട രീതിയിൽ കെയർ ചെയ്യാൻ സാധിക്കും. ഇത് എന്തുകൊണ്ടും നല്ലൊരു തീരുമാനമാണ്. മറ്റൊരു കാരണം, പല സ്കൂളുകളിലും ഇന്ന് പ്രോപ്പർ ഹൈജീനിക് ആയ ടോയ്ലറ്റ് ഫെസിലിറ്റീസോ സാനിറ്ററി ഫെസിലിറ്റീസോ ലഭ്യമല്ല. അങ്ങനെയുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു നിയമം എന്തുകൊണ്ടും ഗുണകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഒരു നിയമം സ്കൂൾ ലെവലിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ മാത്രം ഒതുക്കാതെ കോളേജ് ലെവലിലും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്നവർക്കും കൊണ്ടുവരണം. കാരണം കോളേജ് ലെവലിൽ നിങ്ങൾക്ക് അറിയാലോ, അറ്റൻഡൻസ് ഷോർട്ടേജ് പേടിച്ച് വയ്യെങ്കിലും ക്ലാസ്സിൽ പോകും. കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ കാര്യം പിന്നെ പറയണ്ട. അവർക്ക് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. നോർമൽ ക്ലാസ് ടൈമിനേലും കൂടുതലാണ് അവരുടെ ക്ലാസ് ടൈം. അപ്പോൾ ഈ പീരീഡ്സ് ഉള്ള വിദ്യാർത്ഥികൾ ഈ ടൈമിൽ വളരെയധികം ബുദ്ധിമുട്ടും. അതുകൊണ്ട് ഈ രണ്ട് മേഖലയും പരിഗണിച്ചാൽ എന്തുകൊണ്ടും ഗുണകരമായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് താഴെ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.